പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന KSUവിനായിരിക്കും. ഇതൊരു സമരം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ? ഇതൊരു ഗറില്ല ആക്രമണം, അല്ലെങ്കിൽ ഒരു തീവ്രവാദി ആക്രമണം, അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ ആക്രമണം എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടി വരില്ല ഈ അക്രമത്തെ? പക്ഷെ വസീഫ്, മന്ത്രിക്ക് ഞങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടില്ല, ഞങ്ങൾ അവരെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് KSUവിന്റെ വാദം. ദൃശ്യങ്ങളിൽ ഞങ്ങൾ മന്ത്രിയെ ആക്രമിക്കുന്നതായില്ല എന്ന് KSU ചൂണ്ടിക്കാണിക്കുന്നു. അഭിലാഷ്, നിങ്ങൾ തന്നെ വളരെ നന്നായിട്ട് അവരോട് സംസാരിച്ചു. കാരണം അത് നിങ്ങൾ എന്നല്ല, ആർക്കും അങ്ങനെ പറയാൻ പറ്റൂ. ഒരു ട്രെയിൻ കയറാൻ പോകുന്ന മന്ത്രി, അതും ഒരു വനിതാ മന്ത്രി, അത് നമ്മൾ കാണണമല്ലോ. ചരിത്രത്തിലില്ലാത്ത ഒരു അക്രമത്തിനല്ലേ ഇവർ ശ്രമിച്ചത്? VD സതീശൻ പറഞ്ഞത് 3 KSUക്കാരെന്നാണ്. ഇപ്പോൾ KSUവിൻ്റെ നേതാവ് പറയുന്നത് 4 എന്നാണ്. ഇനിയിപ്പോൾ 3ഉം 4ഉം ആവട്ടെ, ഇനി 8 പേരാട്ടെ, 10 പേരാവട്ടെ, അതിലധികം ഇല്ല. അതേ KSUവിനുള്ളൂ, അതിനെ അവർക്ക് ശേഷിയുള്ളൂ. അത് വേറെ കാര്യം. അല്ലാതെ കുറച്ച് ആളുകളെ കൂട്ടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലൊരു സമര പരിപാടികൾക്ക് ഇവർക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റില്ല. അതിനുള്ള ശക്തി കേരളത്തിലെ KSUവിന് എന്നല്ല, യൂത്ത് കോൺഗ്രസിന് തന്നെ ഇല്ല. അവർ 30 വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ പണം പോലും എത്രയായി എന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് അപമാനിതരായിരിക്കുക ഇവർ. എന്നിട്ടാണ് ഇവർ ഈ സമര നാടകവുമായിട്ട് ഇങ്ങനെ വരുന്നത്. ഇതൊരു സമരം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ? ഇതൊരു ഗറില്ല ആക്രമണം, അല്ലെങ്കിൽ ഒരു തീവ്രവാദി ആക്രമണം, അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ ആക്രമണം എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടി വരില്ല ഈ അക്രമത്തെ? ഇപ്പോൾ അതിനെ ന്യായീകരിക്കുക ഇദ്ദേഹം ഇവിടെ ഇരുന്നിട്ട്. ഞാൻ കേൾക്കുന്നത് അതിൻ്റെ വിഷ്വലില്ല, CCTV ദൃശ്യമില്ല എന്നുള്ളതാണ്. ആവട്ടെ, ഇനി കേരളത്തിൽ ഒരു അക്രമം നടന്നിട്ട് നിങ്ങളുടെ നേതാക്കന്മാർക്കല്ലേ നിങ്ങൾക്കെതിരെ ഒരക്രമം നടന്നിട്ട് അതിൻ്റെ വിഷ്വൽസ് ഇല്ലെങ്കിൽ നിങ്ങൾ അക്രമികൾക്കെതിരെ ഒരക്ഷരവും മിണ്ടില്ലേ? അത് പറഞ്ഞാൽ മതി. അലോഷ്യ സാർ റെഡിയാണോ? വിഷ്വൽസ് ഇല്ലാത്ത അക്രമത്തെ നിങ്ങൾ ഇനി അക്രമമായി കാണില്ലേ? നിങ്ങളത് പറഞ്ഞാൽ മതി. നിങ്ങൾ DYFIയോടോ അല്ലെങ്കിൽ നിങ്ങളെ എതിർക്കുന്ന ജനാധിപത്യ രീതിയിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞോ. ഞാനും അതുപോലെ പറയുമ്പോൾ പറയാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ ഇത്രയും 3-4 മണിക്കൂറായി നിങ്ങളെല്ലാം മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിട്ട് വലിയ രീതിയിലേക്ക് കയ്യേറ്റം ചെയ്തു, മന്ത്രിക്ക് പരിക്ക് പറ്റി, മന്ത്രിയുടെ കഴുത്തിന് പരിക്ക് പറ്റിയെന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സിസ്റ്റം മുഴുവൻ നിങ്ങളുടെ കയ്യിലാണല്ലോ. ഈ 4 മണിക്കൂറുകൾക്കകം KSUക്കാർ കയ്യേറ്റം ചെയ്യുന്ന ഒരൊറ്റ വിഷ്വലുകളെങ്കിലും നിങ്ങൾക്ക് പുറത്തുവിടാൻ സാധിച്ചിട്ടുണ്ടോ? പുറത്തുവിടാൻ സാധിച്ചിട്ടില്ല. പറഞ്ഞാൽ അപ്പുറത്ത് പോയിന്റ് ഒന്നും പറയാനില്ല. ഞാൻ അവസരം പറഞ്ഞു തന്നെ ആവർത്തിക്കുക. പുതുതായിട്ടൊന്നും പറയാനില്ല. ഓക്കെ, ഞാൻ ചോദിച്ചതിന് മറുപടിയില്ല. ഞാൻ അത് ഉണ്ട് എന്നാണ് കരുതിയത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന KSU നേതാവ് ഉൾപ്പെടെ പറയുന്നത്, എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം, ഇനി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന KSUവിനായിരിക്കും. അല്ലെങ്കിൽ ഇവർ വിഷ്വൽ ഹാജരാക്കണം. വിഷ്വൽ ഇല്ലാത്ത, വീഡിയോ ഇല്ലാത്ത അക്രമത്തെ കേരളത്തിലെ KSU മാത്രമല്ല, ഇവരുടെ നേതാവ് VD സതീശനും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വിലയിരുത്തണം. ഇനി വീഡിയോ ഇല്ലാത്ത അക്രമത്തെ കേരളത്തിലെ പ്രതിപക്ഷം അംഗീകരിക്കില്ല. വീഡിയോ ഇല്ലാത്തിടത്ത് ഇവർ ഇതൊന്നും ചെയ്യില്ല എന്നുള്ളത് മറ്റൊരു വശം. ഇവരെപ്പോലെ 5-6 ക്യാമറകൾ വെച്ച് ഇങ്ങനെ PR വർക്ക് നടക്കുന്ന ആളുകൾ, സ്റ്റേജിൽ അടിയുണ്ടാക്കി നടക്കുന്ന ആളുകൾ, ഇവരോടൊക്കെ എന്ത് പറയാനാണ് നമ്മൾ? ഇവർക്ക് രാജ്യത്തെ ആരോഗ്യരംഗത്തെക്കുറിച്ച് അറിയോ? രാജ്യത്ത് ഓക്സിജൻ കിട്ടാത്തതിൻ്റെ പേരിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചിരുന്നു, 60ഓളം കുട്ടികൾ മരിച്ചിരുന്നു ഉത്തർപ്രദേശിൽ. അറിയോ ഈ KSU നേതാവിന്? ഏതെങ്കിലും ഒരു പ്രതിഷേധം, നിങ്ങൾ രാജ്യത്ത് വലിയ ഇന്ത്യയിലെ പ്രതിപക്ഷമാണല്ലോ, നിങ്ങൾ അവിടുത്തെ ആരോഗ്യമന്ത്രിയെ ഇതുപോലെ തടഞ്ഞോ? മുട്ടുവറക്കും നിങ്ങൾക്ക്. നിങ്ങൾ എവിടെയെങ്കിലും ചെയ്യോ? നിങ്ങൾ എവിടെയും ചെയ്യില്ല. ഇവിടെ 3-4 ആളുണ്ടായാൽ മതി ഞങ്ങളുടെ സമരത്തിന്, ഞങ്ങളിതാ മീഡിയ സ്പേസിൽ ഇങ്ങനെ വിലസി നടക്കും എന്ന് പറയുക. കേരളത്തിലെ ക്യാമ്പസുകളെല്ലാം തിരസ്കരിച്ച, ഒരു യൂണിയനിൽ പോലും ഒറ്റക്ക് നിന്ന് ജയിക്കാൻ ശേഷിയില്ലാത്ത, അത്രയും ദുർബലമായി പോയ ഈ KSU 3-4 ആളുകളെ കൂട്ടി വന്ന് തീവ്രവാദ അക്രമികളെ പോലെ, ഇങ്ങനെ കൊട്ടേഷൻ സംഘങ്ങളെ പോലെ അക്രമം നടത്തിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്ന് ന്യായീകരിക്കുന്ന ഒരു ഗതികേട് നോക്കണേ. അവർക്ക് ക്യാമറയുടെ ദൃശ്യം വേണം പോലും. ആരോടാ നിങ്ങൾ ഈ പറയുന്നത്? ഈ പൊതുസമൂഹം കാണുകയല്ലേ. ഇന്ന് എത്ര പൊതുപരിപാടികളിൽ മന്ത്രി പങ്കെടുത്തു? ആ പൊതുപരിപാടികളിൽ നിങ്ങൾക്ക് ഇതുപോലെ കരിങ്കൊടി കാണിക്കാലോ, മറ്റെവിടെയെങ്കിലും കാണിക്കാലോ. എന്നിട്ട് ഇങ്ങനെ ഓടി അടുക്കുക.
നിങ്ങൾ നേരത്തെ കൊണ്ടുപോയി വീഡിയോയിൽ ഉണ്ടല്ലോ നിങ്ങൾ റീത്ത് വെക്കുന്നത്, അത് നിങ്ങളല്ലേ വെച്ചത്? നിങ്ങൾ പറയുന്ന വീഡിയോയിലുണ്ട് റീത്ത് വെക്കുന്നത്. എന്തിനാ റീത്ത് വെക്കുന്നത്? മന്ത്രിയുടെ വസതിയിൽ ഞങ്ങളിതാ വരും ദിവസങ്ങളിൽ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് മന്ത്രിയെ കൊല്ലാൻ, അതുകൊണ്ട് മുൻകൂട്ടി നിങ്ങൾക്കിതാ ഒരു സൂചനയാണ് എന്നുള്ള നിലക്കാണോ നിങ്ങൾ കേരള സമൂഹത്തോട്? ശരി, ഓക്കെ, അതിനൊക്കെ നിങ്ങൾ ഗാന്ധിയുടെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവരാണോ? ശരി, ഓക്കെ, ധാരാളം ചോദ്യങ്ങൾ ആ പക്ഷത്തുനിന്ന് ചോദിക്കാനുണ്ടാവും. എന്നാണല്ലോ പറയുക. ഓക്കെ, ഞാൻ അങ്ങേക്ക് മടങ്ങിയെത്താം വസീഫ്. നടക്കുന്നവരാണല്ലോ നിങ്ങൾ. ശരി, ഞാൻ വസീഫിലേക്ക് മടങ്ങിയെത്താം.